കൊടുക്കുകയാണ്. ഞാൻ പറയുന്നു ഇവിടെയാണ് യഥാർത്ഥ സംഘർഷം വരുന്നത്. ഇപ്പൊ UN പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിങ്ങൾ വെപ്പണൈസിങ് എയ്ഡ്, നിങ്ങൾ ഈ എയ്ഡ് വെപ്പണൈസ് ചെയ്യുകയാണ്, ആയുധവൽക്കരിക്കുകയാണ്. അതായത് ഞങ്ങളാണ് എയ്ഡ് നൽകുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതുവഴി ഗാസൻ ജനതയെ ആകർഷിക്കാനും ഞങ്ങളുടെ ചക്കര ഹമാസിനെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു. ഇതാണ് UN വാദം. പിന്നെ മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണ് എയ്ഡെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ എയ്ഡ് ഡിസ്ട്രിബ്യൂഷന് ഇതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. കാരണം ഇത് ഞങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് പിന്നെ എന്താണ് പണി? ഞങ്ങളിത് കുറേ നാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പണി എന്നാണ് ചോദിക്കുന്നത്. കാര്യം മനസ്സിലായോ? അതാണ് വെപ്പണൈസിങ് എയ്ഡ് എന്നുള്ള ആരോപണമാണ് UN ഉന്നയിക്കുന്നത്. അപ്പം അത് എത്ര മനസ്സിലായി? അമേരിക്കയും ഇസ്രായേലും കൂടെ ആഹാരം കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ആഹാരം കൊടുക്കാതെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന നരാധമന്മാർ എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ 14,000 പേര് കൊല്ലപ്പെടും, UN ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് നൃംശതയോ ഇങ്ങനൊരു വാക്ക് ഈ അടുത്തറിയാൻ കേട്ടു. അതിന് എന്തൊക്കെയാണ് പത്രങ്ങളിലെ ഹെഡ്ലൈനുകൾ? ഉള്ളതുപോലെ പറയണം, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ പറയണം, അല്ലാതെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ UN ആകെ വേവലാതിപ്പെട്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ ടീം ഹമാസ്, അൽ ജസീറ തൊട്ട് ഇവിടെ ഉള്ള മമ്മൂഞ്ഞ് ചാനലുകൾ വരെയുള്ള എല്ലാ ചാനലുകളും ആകെ അങ്കലായിരിക്കുകയാണ്. ഇസ്രയേലും US കൂടെ ഇത് ഏറ്റെടുക്കുന്നു.